CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരിൽ ചിലരെല്ലാവരും ചിന്തിച്ചിട്ടും ആഗ്രഹിച്ചിട്ടുമുണ്ടായിരുന്നത് മിക്കാൽ സ്റ്റേറ എന്ന പുതിയ പരിശീലകനെ പുറത്താക്കും ബ്ലാസ്റ്റേഴ്സ് എന്നതായിരുന്നു. ഏതായാലും ഇതിനെക്കുറിച്ച് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇന്നിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു സീസണിൽ നടത്തിയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള സൈനിങ്ങിനെ കുറിച്ചാണ്. സീസണിലെ 8 മത്സരങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ ഇതുവരെ ആയിട്ടും ക്ലച്ച് പിടിക്കാത്ത അവസ്ഥയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്നുള്ള ക്ലബ്ബ്. മുന്നേറ്റവും മധ്യനിരയിലും കണക്കെടുക്കാമെങ്കിലും പ്രതിരോധം തലവേദന തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും വന്ന് ഗോളടിച്ചു പോകാമെന്ന അവസ്ഥയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം എന്നുള്ളത്. പ്രതിരോധം മാത്രമല്ല, മറ്റൊരു ദുരന്ത സൈനിങ് കൂടി ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട്. മോശം ഫോമിന്റെ പേരിൽ താരങ്ങളും സ്റ്റേറയും മാനേജ്മെന്റും വിമർശനം ഏറ്റുവാങ്ങുമ്പോൾ ഇതിനിടയിൽ നൈസായി മുങ്ങുന്ന ഒരാൾ കൂടിയുണ്ട് ഇവർക്കിടയിൽ. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ കോച്ചിംഗ് സ്റ്റാഫിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായി സെറ്റ് പീസുകൾക്ക് വേണ്ടി മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് നിയമിച്ച ഒരു പ്രത്യേക പരിശീലകനാണ് ഫെഡറിക്കോ എന്നുള്ളത്. സെറ്റ് പീസുകൾക്ക് മാത്രമായി പരിശീലകനെ നിയോഗിച്ച സീസൺ ആയിട്ടും ആ വൈക്കുള്ള ഗോളടിയുടെ വൈ പൂർണ്ണമായും അടഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇതുവരെ 43 കോർണർ കിക്കുകളാണ് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ലഭിച്ചിട്ടുള്ളത്. ഫ്രീ കിക്കുകൾ വേറെയും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം കിട്ടിയ ഗോളുകളുടെ എണ്ണം എന്നുള്ളത് വട്ടപൂജ്യമാണ്. അഡ്രിയ ലോണ, നോഹ സദുയി, ജീസസ്, പെപ്ര തുടങ്ങിയ സെറ്റ് പീസുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ കെൽപ്പുള്ള താരങ്ങൾ ഉണ്ടായിട്ടും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സെറ്റ് പീസ് ടാക്ടിക്സ് കൂടി ഇതുവരെ ആയിട്ടും ഇവരുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഏറ്റവും മോശം സൈനിങ് ആയിട്ടാണ് നമുക്ക് ആ ഒരു സെറ്റ് പീസ് പരിശീലകനെ കാണാൻ കഴിയുക. ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കേൾക്കാനും അറിയാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ തുടർച്ചയായ പരാജയത്തെ തുടർന്നുകൊണ്ട് ഒരുപാട് ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു സീസണിലേക്ക് വന്ന പുതിയ പരിശീലകനായിട്ടുള്ള മിക്കാൽ സ്റ്റേറയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഫോർമേഷൻ ഒന്നും പോരാ എന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടാക്ടിക്സ് പുറത്തേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എല്ലാവരും വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതിനെ തുടർന്നുകൊണ്ട് ഇനി വരാൻ പോകുന്ന അഥവാ ഈ അടുത്ത് തന്നെ ഒരു യോഗം കൂടുമെന്നും അതിൽ കോച്ചിന്റെ ബ്ലാസ്റ്റേഴ്സിലെ ഭാവി തീരുമാനിക്കുമെന്നൊക്കെയായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതിനോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ CEO തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: മിക്കാൽ സ്റ്റേറ എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ തന്നെ തുടരുന്നതാണ്. ഇപ്പോൾ പുറത്താക്കാൻ ആലോചിക്കുന്ന ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിശീലകൻ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ തുടരുക തന്നെ ചെയ്യുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ CEO ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് മിക്കാൽ സ്റ്റേറ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിട്ടു പോകില്ല എന്നുള്ളത്. കൂടാതെ തന്നെ ഒരുപാട് ആരാധകർ ഫേക്ക് ന്യൂസായി വിട്ടിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലേക്ക് വീണ്ടും പഴയ പരിശീലകനായിട്ടുള്ള അഥവാ ആശാനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ച് വരുമെന്നൊക്കെ. പക്ഷെ അതൊക്കെ തീർച്ചയായിട്ടും ഒരു ഫേക്ക് ന്യൂസ് മാത്രമായി ഇവിടെ കലാശിക്കുകയാണ്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.